നിങ്ങളൊരു മുറിയിൽ പ്രവേശിക്കുമ്പോൾ ഒരു വാക്കുപോലും പറയാതെ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നു. ചിലർ നിങ്ങളെ അഭിനന്ദിക്കുന്നു, ചിലർക്ക് ഭയം തോന്നുന്നു. എല്ലാവരും തന്നെ നിങ്ങളെ ബഹുമാനിക്കുന്നു. അവിടെ വ്യക്തമാവുന്നത് ഒരു ആൽഫ പുരുഷന്റെ സാന്നിധ്യമാണ്. നിങ്ങൾ അങ്ങനെ ഒരാളാണോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇന്ന് അത്തരമൊരു ആൽഫ മെയിലിന്റെ ലക്ഷണങ്ങളിലൂടെ ഒന്ന് കടന്നുപോയാലോ? വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഒരു ആൽഫ മെയിലിന്റെ ടോപ്പ് 10 ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ലക്ഷണം നോക്കാം. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഓരോ മണിക്കൂറിലും പോസ്റ്റുകളിട്ട് ലൈക്കിന് വേണ്ടി യാചിച്ച് ശ്രദ്ധിക്കപ്പെടാൻ തീവ്രമായിട്ട് ശ്രമിക്കുന്ന നിരവധി ആളുകളെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഒരു ആൽഫ മെയിലാണെങ്കിൽ ഒരിക്കലും അയാൾ മറ്റൊരാളുടെ ശ്രദ്ധ നേടിയെടുക്കാൻ വേണ്ടി യാചിക്കേണ്ട ആവശ്യമില്ല. പകരം അയാളുടെ ആത്മവിശ്വാസം, അയാളുടെ രീതികൾ കാരണം ശ്രദ്ധ അയാളെ തേടി എത്തുകയും അയാൾ വേറിട്ട് നിൽക്കുകയും ചെയ്യും. അടുത്ത ലക്ഷണം നോക്കാം. നിങ്ങളൊരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം ഉയർന്നു വരുന്നു. മിക്ക ആളുകളും പരിഭ്രാന്തരാവുകയോ അമിതമായിട്ട് ചിന്തിക്കുകയോ മറ്റൊരാൾ വന്ന് ആ സിറ്റുവേഷൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കാത്തിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു ആൽഫ പുരുഷനോ എന്നാൽ ആൽഫ മേലുകൾ മുന്നോട്ട് പോകുകയും ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യും. ഭയം തന്നെ നിയന്ത്രിക്കാൻ അവരൊരിക്കലും അനുവദിക്കില്ല. പകരം അവർ സാഹചര്യത്തെയാണ് നിയന്ത്രിക്കുന്നത്. അടുത്ത ലക്ഷണം നോക്കാം. നമുക്കിടയിൽ 2 തരം ആളുകളുണ്ട്. ധാരാളം സംസാരിക്കുന്ന പക്ഷെ പ്രധാനപ്പെട്ട ഒന്നും പറയാത്ത ഒരു കൂട്ടരും, പിന്നീട് കുറച്ച് സംസാരിക്കുന്ന പക്ഷെ ഓരോ വാക്കും പ്രധാനമാക്കുന്നവർ. ഒരു ആൽഫ പുരുഷൻ 2ാമത്തെ വിഭാഗത്തിൽ പെടുന്നയാളാണ്. അയാൾ സംസാരിക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നു. വ്യക്തവും ആത്മവിശ്വാസവും നിറഞ്ഞതുമായിട്ടുള്ള അവൻ്റെ സംസാരം ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും. അടുത്ത ലക്ഷണം. ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നത് സാധാരണമാണല്ലേ. എന്നാൽ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ദുർബലമായ പുരുഷന്മാർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ഒഴിവ് കഴിവുകൾ പറയുന്നു, അല്ലെങ്കിൽ ഇരയായിട്ട് അഭിനയിക്കുന്നു. ഒരു ആൽഫ മെയിലാണെങ്കിൽ അവൻ തൻ്റെ പരാജയങ്ങൾ മനസ്സിലാക്കി അവയിൽ നിന്ന് പഠിച്ച് കൂടുതൽ ശക്തനായിട്ട് തിരിച്ചു വരുന്നു. സ്വന്തം പ്രവൃത്തികളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നവർക്ക് മാത്രമേ അവരുടെ ഭാവിയെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കാൻ കഴിയൂ. അടുത്ത ലക്ഷണം നോക്കാം. ശക്തി എന്നത് ഭാരമുയർത്തുക എന്നത് മാത്രമല്ലല്ലേ, നിങ്ങളെ ജീവിതത്തെ സ്വയം ഉയർത്തുക എന്നത് കൂടിയാണ്. ഒരു ആൽഫ പുരുഷൻ തൻ്റെ ശരീരത്തെ ഫിറ്റും ശക്തവുമാക്കി നിലനിർത്താൻ പരിശീലിപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ അറിവ്, അച്ചടക്കം, ആത്മവിശ്വാസം എന്നിവയിലൂടെ അവൻ തൻ്റെ മനസ്സിനെയും ശക്തിപ്പെടുത്തുന്നു. യഥാർത്ഥ ശക്തി പേശികളിൽ മാത്രമല്ല, അവയെ നിയന്ത്രിക്കുന്ന മനസ്സിലാണെന്നും അവൻ മനസ്സിലാക്കുന്നു. അടുത്ത ലക്ഷണം നോക്കാം. നിങ്ങൾ ശരിക്കും ആരാധിക്കുന്ന ഒരാളെക്കുറിച്ച് ചിന്തിക്കും. അത് അവരുടെ ആഡംബര വസ്ത്രങ്ങൾ കൊണ്ടാണോ, അതോ വില കൂടിയ കാറുകൾ കൊണ്ടാണോ, അതോ അവരുടെ ആത്മവിശ്വാസം കൊണ്ടാണോ? ഒരു ആൽഫ മെയിൽ ആളുകളെ ആകർഷിക്കാൻ ശ്രമിച്ച് സമയം പാഴാക്കുന്നില്ല. പകരം അവൻ തൻ്റെ ഏറ്റവും മികച്ച വ്യക്തിത്വമാകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ലക്ഷണം നോക്കാം. നമ്മുടെ സമൂഹത്തിൽ പലരും ഒരു ലക്ഷ്യമോ ദിശയോ ഇല്ലാതെ ജീവിതം നയിക്കുന്നവരാണ് അല്ലേ. ട്രെൻഡുകൾ പിന്തുടർന്ന് മറ്റുള്ളവർ ചെയ്യുന്നത് ചെയ്ത് കാര്യങ്ങൾ വരുന്ന പോലെ സംഭവിക്കാൻ കാത്തിരിക്കുന്നവർ. പക്ഷേ ഒരു ആൽഫ മെയിൽ സ്വന്തം പാത സൃഷ്ടിക്കുന്നു. തൻ്റെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ദൗത്യങ്ങളുമാണ് അവനെ എല്ലാ ദിവസവും മുന്നോട്ട് നയിക്കുന്നത്. മറ്റുള്ളവർ സമയം പാഴാക്കുമ്പോൾ അവൻ തൻ്റെ ഭാവി കെട്ടിപ്പടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ലക്ഷണം നോക്കാം. നിങ്ങളൊരു ചൂടേറിയ തർക്കത്തിനിടയിലാണെന്ന് സങ്കല്പിക്കുക. ഒരാൾ നിലവിളിക്കുന്നു, നിയന്ത്രണം നഷ്ടപ്പെടുന്നു, സ്വയം വിഡ്ഢിയാകുന്നു. പക്ഷേ മറ്റൊരാൾ ശാന്തത പാലിച്ച് നിയന്ത്രണത്തിലാകുന്നു. അതാണ് ഒരു ആൽഫ പുരുഷന്റെ ശക്തി എന്ന് പറയുന്നത്. കോപമോ ഭയമോ അസൂയയോ തൻ്റെ പ്രവർത്തികളെ നിയന്ത്രിക്കാൻ അവൻ അനുവദിക്കുന്നില്ല. വികാരങ്ങൾക്ക് മുകളിൽ ലോജിക്കിനാണ് അവൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അടുത്ത ലക്ഷണം നോക്കാം. എല്ലാ ഗ്രൂപ്പിലും നേതാക്കളും അനുയായികളും ഉണ്ട് അല്ലേ. മിക്ക ആളുകളും നിർദ്ദേശങ്ങൾക്കായിട്ട് കാത്തിരിക്കുമ്പോൾ ഒരു ആൽഫ മെയിൽ സ്വാഭാവികമായിട്ടും ആ ഗ്രൂപ്പിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. അവൻ ആൾക്കൂട്ടത്തെ അന്ധമായിട്ട് പിന്തുടരാതെ സ്വന്തം പാത കണ്ടെത്തുന്നു. അവന്റെ ആത്മവിശ്വാസം കാരണം മറ്റുള്ളവർ അവനെ ധൈര്യപൂർവ്വം പിന്തുടരുകയും ചെയ്യും. ഇനി അവസാനത്തെ ലക്ഷണം നോക്കാം. മിക്ക ആളുകളും തിരിച്ചറിയാത്ത ഒരു സത്യമാണ് ഞാനിനി പറയാൻ പോകുന്നത് കേട്ടോ. ഇഷ്ടപ്പെടുന്നതും ബഹുമാനിക്കപ്പെടുന്നതും വളരെ വ്യത്യസ്തമായിട്ടുള്ള 2 കാര്യങ്ങളാണ്. ആളുകൾ നിങ്ങളെ നല്ലവനായും തമാശക്കാരനായും വിനോദിപ്പിക്കുന്നവനായും കാണുമ്പോൾ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടേക്കാം. പക്ഷേ ബഹുമാനിക്കണമെന്നുണ്ടോ? ഇല്ല. നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അതിരുകൾ നിശ്ചയിക്കുകയും നിങ്ങളുടെ മൂല്യങ്ങളിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. ഒരു ആൽഫ മെയിൽ എന്നത് എപ്പോഴും ബഹുമാനിക്കപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ആൽഫ മെയിലിൻ്റെ ടോപ്പ് 10 ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഒന്ന് ചിന്തിച്ചേ, മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളിൽ എത്ര എണ്ണം നിങ്ങൾക്കുണ്ട്? നിങ്ങളൊരു ആൽഫ പുരുഷനായിട്ട് മാറുകയാണോ? ആണെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു ആൽഫ മെയിൽ ആവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ ട്യൂൺ.